ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും. അപ്പോൾ ഇത് ഞാൻ ചപ്പാത്തിക്കുള്ള ആട്ടപ്പൊടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പുവെള്ളം കലക്കി ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം അങ്ങനെ ചപ്പാത്തിയെല്ലാം ഞാൻ കുഴച്ച് റെഡിയാക്കി എടുത്ത് ഇനി കറി വെക്കാനുള്ള സാധനങ്ങൾ. ഉരുളക്കിഴങ്ങ് കുനുകുനെ കട്ട് ചെയ്യാം. പിന്നെ ക്യാരറ്റ്, ക്യാരറ്റ് കട്ട് ചെയ്ത് ഇനി പച്ചമുളക്, പിന്നെ ഞാനിന്ന് കല്യാണത്തിന് പോകുന്നുണ്ട്, വള്ളിയായി. അപ്പോൾ ഇന്ന് 10 മണി അങ്ങനെയാകുമ്പോൾ പോകണം കല്യാണത്തിന്. അപ്പൊക്ക് വേഗം ഇതെല്ലാം റെഡിയാക്കണം, എന്നിട്ട് വേണം കല്യാണത്തിന് പോവാൻ. അപ്പോൾ ഞാൻ വേഗം കറിയെല്ലാം റെഡിയാക്കട്ടെ. ഒരു ഉള്ളിയും കൂടി വേണം. അപ്പം ഞാൻ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് നമ്മളെ ഉരുളക്കിഴങ്ങ് കറി ഇടുന്നതാണ്. ക്യാരറ്റ്, ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് എല്ലാം ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ഉപ്പ് വെള്ളമാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് ഇത് വേവിക്കാൻ വെക്കാം. ഇനി അടുത്ത പരിപാടി ചപ്പാത്തി പരത്തൽ. നമുക്ക് വേഗം ചപ്പാത്തി പരത്താം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോറ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗം ചപ്പാത്തി ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അങ്ങനെ ഞാൻ ചപ്പാത്തി എല്ലാം പരത്തി വെച്ചിട്ടാണ് ചുടുന്നത്. അപ്പം ഞാൻ എല്ലാം ഓരോന്നോരോന്നായിട്ട് പരത്തി വെച്ചിട്ട് വേഗം തരുന്നു. അങ്ങനെ എൻ്റെ ചപ്പാത്തി പരത്തലെല്ലാം കഴിഞ്ഞ് അപ്പം ചപ്പാത്തി ചുടുന്നത് പുതിയൊരു ഷെഫാണ്. ഇതാ, ഹലോ. അപ്പം അങ്ങനെ ഇനി ഞാൻ അടുത്ത പരിപാടി ചോറ് വെക്കട്ടെ. ഇനി ഉരുളക്കിഴങ്ങ് കറി റെഡിയാക്കാം. അപ്പം ഞാനിതൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമ്മുടെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ അപ്പം അങ്ങനെ നമ്മുടെ കറി റെഡിയായി. ചപ്പാത്തി റെഡിയാകുന്നുണ്ട്, കറി റെഡിയായി. ഇനി വേഗം അടുത്ത പരിപാടി ചോറ് വെക്കാം. അപ്പം അങ്ങനെ നമ്മളെ ചപ്പാത്തിയും കറിയെല്ലാം റെഡിയായി. ഇനി അല്ലോട്ടനെ സ്കൂളിൽ കൊണ്ടുപോവാൻ ലഞ്ച് ബോക്സിൽ ചപ്പാത്തി ഇതാ എടുത്ത് വെച്ച് ഇനി കറി
അപ്പം അങ്ങനെ എൻ്റെ ചോറ് അരി തിളച്ചിനി ഇത് ഇൻഡക്ഷനിൽ റൈസ് കുക്കറിലോ ഇതിലെടുത്ത് വെച്ചിനി 1 മണിക്കൂർ കഴിയുമ്പോൾക്ക് ചോറ് പോകും. ആ സമയം 7:50. ഇനി വൈകുന്നേരം കാണാം. ബൈ ബൈ. അങ്ങനെ അവരെല്ലാം പോയി. ഇനി നമുക്ക് അടുത്ത പരിപാടി. മീൻകാരൻ വരുന്നുണ്ട്, മീൻ വാങ്ങട്ടെ. അങ്ങനെ മീൻകാരൻ പോയി. മീൻ പുയ്യാപ്പളയാണ് ഇന്ന് മീൻ. അപ്പം ഇനി ചായ കുടിക്കട്ടെ. ചപ്പാത്തിയും കറിയും. പിന്നെ കട്ടൻ ചായയും. അപ്പം ഇനി ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് മീനുണ്ട് എല്ലാം മുറിച്ച് എല്ലാം റെഡിയാക്കി ഉപ്പും മുളകും മഞ്ഞളെല്ലാം പുരട്ടി വറച്ചരച്ച്. അപ്പം അങ്ങനെ കറിയും അടുപ്പത്തായി. ഇനി ഇതെല്ലാം വേഗം റെഡിയായിട്ട് ഇനി ഞാൻ വേഗം ഡ്രസ്സെല്ലാം മാറ്റട്ടെ, കല്യാണത്തിന് പോകാം. എടുക്കാം. ജനിഷ ഹായ് പറ. ജനിഷ പായസം പപ്പടം പഴവും വേണം. പായസം പപ്പടം പഴം.